NSSന്റെയും SNDP യോഗത്തിന്റെയും വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന് പിന്നിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കൾ. VD സതീശൻ പറഞ്ഞത് പാർട്ടി നയമാണെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പ്രതികരിച്ചു. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. സാമുദായിക സംഘടനകളുമായി ഏറ്റുമുട്ടണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയാണ്. ഒരു കാരണവശാലും VD സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. സാമുദായിക നേതാക്കന്മാരെ എല്ലാവരും സന്ദർശിക്കാറുണ്ട്, ഞാനും സന്ദർശിക്കാറുണ്ട്. അതിനെ തിണ്ണ നിരങ്ങുക എന്നല്ല അർത്ഥം. അവരുടെ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. NSSും SNDP ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെ അഭിപ്രായം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി തുടർച്ചയായിട്ട് VD സതീശനെ വിമർശിക്കുന്നത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊരു വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട്. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കണം. 9 വർഷം ഞാനും അദ്ദേഹമായിട്ട് പിണങ്ങി നിന്നപ്പോൾ നിങ്ങളെ ആരും കണ്ടില്ലല്ലോ, ചോദിച്ചില്ലല്ലോ. ചില പരാമർശനങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നതാണ്. കോൺഗ്രസിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. സാമുദായിക ഐക്യം നല്ലതെന്ന നിലപാടിലാണ് CPIM. VD സതീശൻ വീരാളിപ്പട്ട് പുതയ്ക്കുന്നത് ജമാഅത്തെയുമായി ചേർന്നായിരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവുക. ആറോഷി പാലും അർജുൻ മട്ടന്നൂരും റഹീസ് റഷീദും വിവരങ്ങളുമായി ആദ്യം അർജുൻ മട്ടന്നൂരിലേക്കാണ്. അർജുൻ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, അത് സണ്ണി ജോസഫിന്റെ പ്രതികരണമുണ്ട്, കെ മുരളീധരന്റെ പ്രതികരണമുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമുണ്ട്. സാധാരണഗതിയിൽ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒരു ഇടർച്ച കോൺഗ്രസ് നേതാക്കളിൽ കാണാറുണ്ട്. പക്ഷേ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയല്ലേ ഇപ്പോൾ കാണുന്നത്? സ്മൃതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ മടിച്ച നേതാക്കൾ എല്ലാവരും തന്നെ ഒരു ദിവസം കഴിഞ്ഞ ഇന്ന് പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിന് പിന്നിൽ അണിനിരക്കുന്നതാണ് കാണുന്നത്. പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയമാണ്. അത്തരത്തിൽ സമുദായ നേതാക്കളുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല, സമുദായങ്ങളുമായും യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ വർഗീയതക്കെതിരായ പോരാട്ടം തുടരുക ചെയ്യും എന്നും നേതാക്കൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും ഇതിൽ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു. കെ മുരളീധരൻ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അതേസമയം എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇത്തരത്തിൽ ചില വ്യക്തിപരമായ ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കും, അത് പരിഹരിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ നേതാക്കളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കുമ്പോഴും കൃത്യമായ ജാഗ്രത പുലർത്തിയിരുന്നു. ഒരു തരത്തിലും ഇതിൽ പ്രകോപിപ്പിച്ച ഈ സമുദായ നേതാക്കളെ പിണക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ ജാഗ്രത അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം CPM ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിന്റെയും നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. വർഗീയതക്കെതിരെ പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും CPM ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഇതിൽ കാപട്യമുണ്ട് എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കുകയാണ്. ശരി, റഹീസ് റഷീദിലേക്ക്. റഹീസ്, ഇപ്പോൾ സമുദായ നേതാക്കളുടെ പ്രതികരണം പ്രതിപക്ഷ നേതാവിന് നേരെ തിരിയുമ്പോൾ അതിന്റെ തുടർച്ചയായി വരുന്നത് CPMനുള്ള പിന്തുണയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനുള്ള പിന്തുണയാണ്. ഇത് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണോ റഹീസ് ഉള്ളത്? സമുദായ നേതാക്കളെ പോയി കാണുന്നതിനെ കുറിച്ച് CPM ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, ഇപ്പോൾ NSSും SNDPയും നടത്തുന്ന ഒരു മൂവ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും UDFനുമെതിരെ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് തന്നെയാണ്
CPM നേതൃത്വം കരുതുന്നത്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും പ്രസ്താവനകൾ പുറത്തു വന്നതിന് ശേഷം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയോട് SNDP NSS ഐക്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ എന്തിനു യോജിച്ചു എന്ന് നോക്കട്ടെ, അതിനുശേഷം അക്കാര്യത്തിൽ മറുപടി നൽകാം എന്നതായിരുന്നു പാർട്ടി നിലപാടായി പറഞ്ഞത്. ഇന്ന് രാവിലെ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ആ ഐക്യത്തെ അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് വളരെ പോസിറ്റീവായ സമീപനത്തിൽ അത് നല്ല കാര്യം എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. CPM ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ക്രിസ്ത്യൻ വോട്ടായാലും മുസ്ലിം വോട്ടായാലും LDFൽ നിന്ന് പൂർണ്ണമായി അകന്നു എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ CPM ആ ഒരു വിലയിരുത്തലിലാണ് എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷ വോട്ട് അത് NSSന്റെയും SNDPയുടെയും ഈഴ വോട്ട്, നായർ വോട്ട് UDFന് എതിരായി LDFന് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് മറികടക്കാൻ പറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് പാർട്ടി കരുതുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവരെടുത്തിരിക്കുന്ന NSSും SNDPയും ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന സമീപനത്തെ പോസിറ്റീവായി അവർ കരുതുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പറയുന്ന നിലപാട് കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും LDFൽ നിന്ന് അകലുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടെങ്കിലും അതിനൊരു മറുപുറമുണ്ട്. അത് ഭൂരിപക്ഷ ഹിന്ദു വോട്ട് LDFന് അനുകൂലമാകും, അതിൽ പിടിച്ചു കയറി ഒരു വിജയത്തിലേക്ക് വരാം എന്ന വിലയിരുത്തലാണ് CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ളത്. സ്മൃതി. ശരി, റോഷിബാലിലേക്ക്. റോഷിബാൽ, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇപ്പോൾ സാമുദായിക നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ അവർ വ്യക്തിപരമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുമ്പോൾ തിരിച്ച് വർഗീയതയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അത് കോൺഗ്രസിന്റെ തുടക്കം മുതലേയുള്ള നിലപാടാണ് എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിന് പാർട്ടിയിൽ വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പതിവില്ലാത്ത വിധം നേതാക്കൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് ഇക്കാര്യത്തിൽ ഉറച്ചു തന്നെ ഈ രൂപത്തിൽ തന്നെ മുന്നോട്ടു പോകാം എന്ന നിലപാടിന്റെ സൂചനയായി കാണണ്ടേ? സ്മൃതി, സമുദായ സംഘടനകളെ പിണക്കി കോൺഗ്രസ് മുന്നോട്ട് പോകില്ല. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഇന്നലത്തെയും ഇന്നത്തെ പ്രസ്താവനകൾ മാത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കാരണം എല്ലാവരുമായി സ്നേഹത്തോടെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിന്റെ പരിഹാരമുണ്ടാക്കുമെന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അതാണ് പാർട്ടിയുടെ നിലപാട്. നേരെ മറിച്ച് വർഗീയതയ്ക്കെതിരെയുള്ള കൃത്യമായ നിലപാട് അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്ന നിലപാടിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ന് മാത്രമല്ല, ഒരു കാലത്തും സമുദായ സംഘടനകളെ ശത്രുപക്ഷത്ത് നിർത്തിയ ചരിത്രം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ സമുദായ സംഘടനകളെ പിണക്കേണ്ടതില്ല. അതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടും അത് അധിക്ഷേപത്തിന് സമാനമായ പരാമർശങ്ങളാണ് തുടർച്ചയായി നടത്തുന്നത്. എന്നിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാനോ അതേ ഭാഷയിൽ വിമർശിക്കാനോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റു നേതാക്കളൊന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അത് സുകുമാരൻ നായർ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ VD സതീശനെ തള്ളിപ്പറയുമ്പോൾ, വിമർശിക്കുമ്പോൾ അതിനും മറുപടി കൃത്യമായി നൽകുന്നില്ല. ചേർത്ത് നിർത്താൻ ഒരു ശ്രമം നടത്തുന്നതിനപ്പുറത്തേക്ക് അതേ ഭാഷയുള്ള മറുപടിക്ക് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും തയ്യാറാകാത്തത് സമുദായ സംഘടനകളെ പിണക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതായാലും നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഹിന്ദു വോട്ടുകൾ പരമാവധി ഏകോപിപ്പിച്ച് അത് സമാഹരിക്കാൻ LDF ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, അത് മുസ്ലിം വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു തരത്തിലും നിലപാട് മാറ്റമുണ്ടാകില്ല. എത്ര വിമർശിച്ചാലും അത് BJPയും LDFും ഒരേപോലെ പ്രചരിപ്പിച്ചാലും ജമാഅത്ത് ഇസ്ലാമിയെ കൈവിടാൻ UDF നേതൃത്വം തയ്യാറാകില്ല. കാരണം മലബാറിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് ഈ കൂട്ടുകെട്ട് തന്നെയാണ് എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ആ കൂട്ടുകെട്ട് നിലനിർത്തിപ്പോവും. വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്നാണ് അതിൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. അവർക്ക് വ്യക്തിപരമായി വോട്ട് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം എന്ന രൂപത്തിലാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, ഒപ്പം തന്നെ റഹീസ് റഷീദ്, റോഷിബാൽ എന്നിവരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.